മെക്സിക്കോ സിറ്റിയിലെ എസ്റ്റോഡിയോ അസ്റ്റിക്ക സ്റ്റേഡിയത്തിന് 83,000-ലധികം പേരെ ഉൾക്കൊള്ളാനാകും. അവിടെ ഫിഫ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം നടക്കുന്നു. തിങ്ങി നിറഞ്ഞ അസ്റ്റിക്കയിലെ കാണികളെ സാക്ഷിയാക്കി മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ പിറന്നു. ആഫ്രിക്കൻ ഗോൾ കീപ്പർ റോൺവർ വില്യംസിന്റെ കാലുകൾക്കിടയിലൂടെ പന്ത് വലയിലെത്തിച്ച് ഒരു 29-കാരൻ ആഹ്ലാദ നൃത്തമാടുന്നു. ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുകയും ആദ്യ ഗോൾ തങ്ങളുടെ താരം തന്നെ നേടുകയും ചെയ്തതോടെ മെക്സിക്കൻ ഗാലറി ആർത്തിരമ്പി. 2026 ലോകകപ്പിലെ ആദ്യ ഗോൾ പിറന്നിരിക്കുന്നു. ലോകം അയാൾ ഉറ്റുനോക്കി. അതെ, ജൂലിയൻ ക്വിനോനസ്. അതെ, സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന സൗദി പ്രോ ലീഗിൽ ഇത്തവണ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കിയ ജൂലിയർ ക്വിനോനസ് ആണത്. അൽ ഖാദിസിയ താരമായ ക്വിനോനസ് 33 ഗോളുകൾ നേടിയ ഈ സീസണിൽ സൗദിയിൽ നിന്ന് ഗോൾഡൻ ബൂട്ടുമായാണ് മടങ്ങിയത്. കഴിഞ്ഞ 2 സീസണുകളിലും ക്രിസ്ത്യാനോ കൈയടക്കിയ ഗോൾഡൻ ബൂട്ടാണ് ക്വിനോനസ് ഇത്തവണ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയത്. റൊണാൾഡോക്ക് പുറമെ കരീം ബെൻസെമ, ഇവാൻ ടോണി എന്നിവരെയെല്ലാം പിറകിലാക്കിയാണ് ക്വിനോനസിന്റെ ഈ നേട്ടമെന്നതും കൗതുകമാണ്. 28 ഗോളുകൾ നേടിയ ക്രിസ്ത്യാനോ ഗോൾഡൻ ബൂട്ട് പട്ടികയിൽ 3-ാമനായിരുന്നു. കൊളംബിയയിൽ ജനിച്ചു വളർന്ന ക്വിനോനസ് അവിടെ ദേശീയ അണ്ടർ-20 ടീമിനായി കളത്തിൽ ഇറങ്ങിയിരുന്നു. എന്നാൽ ഒരിക്കലും കൊളംബിയയുടെ സീനിയർ ദേശീയ ടീമിൽ ഇടം പിടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. 2016 മെക്സിക്കൻ ടൈഗേഴ്സ് UANL ക്ലബിനായി കളിക്കാനാണ് താരം മെക്സിക്കോയിൽ എത്തുന്നത്. തുടർന്ന് മെക്സിക്കോയിലെ വിവിധ ക്ലബ്ബുകൾക്കായി കളിച്ച ക്വിനോനസ് ഒടുവിൽ 2023 മെക്സിക്കൻ പൗരത്വം സ്വന്തമാക്കുകയും ചെയ്തു. ആ വർഷം തന്നെ മെക്സിക്കൻ ദേശീയ ടീമിൽ അരങ്ങേറ്റവും കുറിച്ചു. ദേശീയ ജേഴ്സിയിൽ ഇതുവരെ 23 മത്സരങ്ങളിൽ കളത്തിലിറങ്ങിയ താരം 3 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഇന്നലെയോടെ ലോകകപ്പിൽ ആദ്യ ഗോൾ നേടുന്ന അപൂർവ നേട്ടം കൈവരിച്ച താരങ്ങളുടെ പട്ടികയിലേക്ക് ക്വിനോനസും നടന്നു കയറിയിരിക്കുകയാണ്. 2024 16 മില്യൺ യൂറോ ട്രാൻസ്ഫർ തുകയ്ക്കാണ് ക്വിനോനസ് സൗദിയിലെ അൽ ഖാദിസിയ ക്ലബിൽ എത്തുന്നത്. Waytonikah.com, the exclusive Muslim matrimonial site.